സ്വകാര്യ സർവകലാശാല കരട് ബില്ല് നാളെ നിയമസഭയിൽ. ഓരോ കോഴ്സിലും 40% സീറ്റുകൾ സംസ്ഥാനത്തെ സ്ഥിരം താമസക്കാരായ വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്യണമെന്ന വ്യവസ്ഥ ബില്ലിലുണ്ട്. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനും അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും എന്ന കരട് ബില്ല് നാളെ നിയമസഭ ചർച്ച ചെയ്യും. സ്വകാര്യ സർവകലാശാലകളിൽ 40% സീറ്റ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ഈ സീറ്റുകളിൽ സംവരണം ഉൾപ്പെടെ പാലിക്കണമെന്നാണ് കരട് നിർദ്ദേശം. എന്നാൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ സംവരണം വ്യത്യസ്തമായതിനാൽ ഈ നിർദ്ദേശത്തിൽ അവ്യക്തതയുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവപരിചയവും വിശ്വാസ്യതയുമുള്ള സ്പോൺസറിംഗ് ഏജൻസിക്ക് സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. സർവകലാശാലയുടെ നടത്തിപ്പിൽ അധ്യാപക നിയമനം, വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ UGC, സംസ്ഥാന സർക്കാർ അടക്കമുള്ള നിയന്ത്രണ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. 25 കോടി രൂപ കോർപ്പസ് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഫീസ് ഇളവ്, സ്കോളർഷിപ്പ് എന്നിവ നിലനിർത്തും. സ്വകാര്യ സർവകലാശാലകൾക്ക് മറ്റു പൊതു സർവകലാശാലകളെ പോലെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടാകുമെന്നും കരട് ബില്ലിൽ പറയുന്നു. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിട്ട് കൂടുതൽ ചർച്ചകൾക്ക് ശേഷമേ പാസാക്കാവൂ എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത്. എന്നാൽ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് ഈ സമ്മേളന കാലയളവിൽ തന്നെ നിയമമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 24 തിരുവനന്തപുരം.